വത്തിക്കാൻ്റെ ഔദ്യോഗികമായ ദുഃഖാചരണം നടക്കുന്ന 9 ദിവസവും ബസിലിക്കയിൽ അനുസ്മരണ കുർബാന അർപ്പിക്കപ്പെടുമെന്ന കാര്യവും ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഇത് പറയാനൊരു കാരണമുണ്ട് കേട്ടോ. ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടക്കം കഴിഞ്ഞാൽ നാളെ മുതൽ 9 ദിവസങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള ദുഃഖാചരണമായി വത്തിക്കാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയാൽ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് മാർപ്പാപ്പമാരുടെ മരണത്തിൻ്റെ സ്ഥിരീകരണവും പ്രഖ്യാപനവും എപ്രകാരമാണ് നടന്നത് എന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ട കാര്യമാണ്. മാർപ്പാപ്പമാർ കാലം ചെയ്താൽ സ്ഥിരീകരിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും വത്തിക്കാനിലെ കാമർലെങ്കോ സ്ഥാനമുള്ള കർദിനാളാണ്. കാമർലെങ്കോ എന്ന മിഡീവിയൽ ലാറ്റിൻ വാക്കിൽ നിന്നാണ് ചെമ്പർലൈൻ എന്ന വാക്കുണ്ടായത്. അതിനർത്ഥം സ്വത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഉത്തരവാദിത്വമുള്ള വ്യക്തി എന്നാണ്. ഫൈനാൻസ് ഓഫീസർ എന്ന് വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം കേട്ടോ. കാമർലെങ്കോ എന്ന വത്തിക്കാൻ്റെ ട്രഷറർ സ്ഥാനം വഹിക്കുന്ന കർദിനാളാണ് മാർപ്പാപ്പയുടെ മരണം സ്ഥിരീകരിച്ചതും പ്രഖ്യാപിച്ചതും. കർദിനാൾ കെവിൻ ജോസഫ് ഫാരലാണ് ഇപ്പോഴത്തെ കാമർലെങ്കോ. പരമ്പരാഗതമായി മാർപ്പാപ്പമാരുടെ മരണം സ്ഥിരീകരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. കാമർലെങ്കോ 3 തവണ സ്വരമുയർത്തി ചെവിയിൽ അദ്ദേഹത്തിൻ്റെ മാമോദീസ പേര് വിളിച്ച് മറുപടിയില്ല എന്നുറപ്പാക്കുന്നു. എന്നാൽ ഇപ്പോഴ് മെഡിക്കൽ പ്രൊഫഷണലുകൾ സാധാരണ വൈദ്യ പരിശോധനയിലൂടെ നടപടിക്രമങ്ങൾ അനുസരിച്ച് മരണം സ്ഥിരീകരിക്കുന്നുണ്ട് കേട്ടോ. അതോടൊപ്പം ഒരു പരമ്പരാഗതമായ രീതി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഈ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലും TV ചാനലുകളിലെ വാർത്തകളിലും ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ സ്ഥാനചിഹ്നങ്ങളിലൊന്നായ കൈവിരലിൽ അണിഞ്ഞിരിക്കുന്ന മോതിരം ഒരു ചുറ്റിക കൊണ്ട് അടിച്ച് നശിപ്പിച്ചു കളയുന്നു. എൻ്റെ കാരണം എന്താണെന്നറിയാവോ? മാർപ്പാപ്പയുടെ അടയാളമാണ് അദ്ദേഹത്തിൻ്റെ മോതിരത്തിലെ മുദ്ര. ഭരണകാലഘട്ടം അവസാനിച്ചതിൻ്റെ സൂചനയാണിത്. ഒപ്പം അദ്ദേഹത്തിൻ്റെ സ്ഥാനമോതിരം ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇപ്രകാരം ചെയ്യുന്നത്. ഒപ്പം തന്നെ മാർപ്പാപ്പയുടെ താമസ സ്ഥലം അടച്ചുപൂട്ടി സീൽ ചെയ്യും. തുടർന്ന് കാമർലെങ്കോ സ്ഥാനമുള്ള കർദിനാളിനോടൊപ്പം കാർഡിനൽസ് കോളേജിൻ്റെ ഡീൻ മാർപ്പാപ്പയുടെ മരണവാർത്തയാണ് ലോകത്തെ അറിയിച്ചത്. അതാണ് ഈ കഴിഞ്ഞ 21-ാം തീയതി തിങ്കളാഴ്ച ഉച്ചസമയമാകുമ്പോഴേക്ക് ലോകം മുഴുവനുമുള്ള ജനം കേട്ടത്. അതിൽ 2ാമത്തെ ഭാഗമെന്ന് പറയുന്നത് ദുഃഖാചരണമാണ്. മാർപ്പാപ്പമാരുടെ മരണാനന്തര ചടങ്ങുകളെക്കുറിച്ച് അധികാര കൈമാറ്റത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്ന നിയമഗ്രന്ഥമാണ് യൂണിവേഴ്സി ഡൊമിനിച്ചി ഗ്രേഗിസ്, ദ ലോർഡ്സ് യൂണിവേഴ്സൽ ഫ്ലോക്ക് എന്ന് നമുക്കതിനെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഈ നിയമഗ്രന്ഥം അനുസരിച്ച് ആഗോള സഭയിൽ 9 ദിവസത്തെ ദുഃഖാചരണം ഉണ്ടാകും. നോംവേ ഡിയാലെസ് എന്നറിയപ്പെടുന്ന 9 ദിവസങ്ങൾ വിശ്വാസികൾക്കും പൊതുജനങ്ങൾക്കും ലോക നേതാക്കൾക്കും അന്ത്യാഞ്ജലി അർപ്പിക്കാനായി മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെയും പൊതുദർശനത്തിനായി വയ്ക്കപ്പെട്ടിരുന്നത്. പൊതുദർശനം തീർന്നു കഴിഞ്ഞപ്പോൾ മാർപ്പാപ്പയുടെ ആത്മശാന്തിക്കോ വേണ്ടി മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രത്യേക വിശുദ്ധ കുർബാനയർപ്പണവും സംസ്കാര പ്രാർത്ഥനകളുമാണ് ലോകമെമ്പാടുമുള്ള എല്ലാ കത്തോലിക്ക ദേവാലയങ്ങളിലും നടക്കപ്പെട്ടത്. ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിച്ചു വത്തിക്കാനിൽ സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പൂമുഖത്ത്, വത്തിക്കാൻ ചത്തുരത്തിനകത്ത് അദ്ദേഹത്തിന് വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന അർപ്പണം നടന്നു. 3ാമത്തേത് സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണയായി മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ മരണശേഷം 4 മുതൽ 6 ദിവസങ്ങൾക്കുള്ളിലാണ് നടത്തുന്നത്. ഇത് പരമ്പരാഗതമായ രീതി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സെയിൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടക്കുന്ന സംസ്കാര ചടങ്ങുകൾക്ക് കാർഡിനൽസ് കോളേജിൻ്റെ ഡീൻ ആണ് കാർമ്മികത്വം വഹിച്ചുകൊണ്ട് സംസാരിക്കുകയും വിശുദ്ധ ബലി അർപ്പിക്കുകയും ചെയ്തത്. കാർഡിനാൽ ജിയോവാനി ബാറ്റിസ്റ്റ റേ ആണ് ഇപ്പോഴത്തെ കാർഡിനൽ തലവൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. തുല്യരിൽ ഒന്നാമനെന്നാണ് കർദിനാളന്മാരുടെ കോളേജിൻ്റെ ഡീൻ അറിയപ്പെടുന്നത്. കാലം ചെയ്ത മാർപ്പാപ്പയുടെ ഭൗതിക ശരീരത്തിൻ്റെ സംസ്കാര ചടങ്ങുകളിൽ പ്രധാനം വിശുദ്ധ കുർബാന അർപ്പണമാണ്. അതാണ്
ഇന്ന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 മണി മുതൽ നമ്മൾ സാക്ഷ്യം വഹിച്ചത്. അന്ത്യോപചാരങ്ങൾക്കും വിശുദ്ധ കുർബാനയ്ക്കും ശേഷം മാർപ്പാപ്പയുടെ ഭൗതിക ദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയാണ് 4 കിലോമീറ്ററുകൾ താണ്ടി സെയിന്റ് മരിയ മജോറെ ബസിലിക്കയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ അടക്കം ചെയ്യുന്ന റോമിലെ സാന്താ മരിയ മജോരെ ദേവാലയത്തിൽ വിലാപയാത്ര എത്തിച്ചേരുകയും മാർപ്പാപ്പയുടെ ശരീരത്തിൽ ധൂപാർപ്പണം നടത്തി വിശുദ്ധ ജലം തളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്കു ശേഷം മാർപ്പാപ്പയെ അടക്കുന്ന കബറിടം വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം കബറിടത്തിൽ അടക്കം ചെയ്യുന്ന ചടങ്ങാണ് ഇപ്പോ സെയിന്റ് മരിയ മജോരെ ദേവാലയത്തിനകത്ത് നടന്നത്. 4-മത്തേത് പേപ്പൽ അധികാരത്തിന്റെ കൈമാറ്റമാണ്. ഈ കാര്യങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മാർപ്പാപ്പയുടെ മരണത്തോടെ വത്തിക്കാൻ സേദേ വക്കാന്തേ എന്ന് പറഞ്ഞാൽ MTC സി ഈസ് വേക്കൻഡ് എന്നറിയപ്പെടുന്ന ഒരു കാലയളവിലേക്ക് പ്രവേശിക്കുന്നു. ഈ സമയത്ത് കാർഡിനൽസ് ഡീനിന്റെ നേതൃത്വത്തിൽ കോളേജ് ഓഫ് കാർഡിനൽസ് താൽക്കാലികമായി സഭയുടെ ഭരണപരമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും നിർവഹിക്കുകയും ചെയ്യുന്നു. അടുത്ത മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടുന്നതുവരെ പുതിയ തീരുമാനങ്ങളൊന്നും അവർ എടുക്കാറില്ല. മെയിൻ്റനൻസ് ഓഫ് ദ സ്റ്റാറ്റസ് കോ എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ. സൗകര്യപ്രദമായ അടുത്ത നാളുകളിൽ തന്നെ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനായി ഡീൻ കർദിനാളന്മാരുടെ കോൺക്ലേവ് വിളിച്ചുകൂട്ടും. അത് ഈ ഒരു പക്ഷേ നാളെയോ മറ്റന്നാളോ ഈ ദിവസങ്ങളിൽ തന്നെയും അതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ലോകമെമ്പാടുമുള്ള സകല വിശ്വാസികളെയും പൊതുസമൂഹത്തെയും വത്തിക്കാൻ മീഡിയ അറിയിക്കും. അങ്ങനെയായിരിക്കും കോൺക്ലേവ് എന്നറിയപ്പെടുന്ന പുതിയ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നിർവഹിക്കപ്പെടുക. അതുകൊണ്ട് തന്നെയും മാർപ്പാപ്പമാരുടെ മരണാനന്തര ചടങ്ങുകളെ കുറിച്ചാണ് ഇത്രയും നേരം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും ആരംഭിച്ച വിലാപയാത്ര 4 കിലോമീറ്ററുകൾ കടന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ സെയിന്റ് മേരി മേജർ പരിശുദ്ധ മാതാവിൻ്റെ വലിയ പള്ളിയിൽ എത്തിച്ചേരുകയും അവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് കേവലം 50 പേര് മാത്രമുള്ള ഒരു വളരെ രഹസ്യാത്മകതയുള്ളതെന്നല്ല, മറിച്ച് സ്വകാര്യതയുള്ള ഒരു ചടങ്ങിലൂടെയും സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയും മാനിച്ചുകൊണ്ടും അദ്ദേഹത്തെ അടക്കം ചെയ്യുന്നത് വലിയ ഇടയന് പ്രണാമം, വലിയ ഇടയന് വിട പറയുന്നു ലോകമൊന്നാകെ.